നോക്കൂ, പിണറായി വിജയൻ്റെ ഇന്നത്തെ ഈ ലേഖനത്തെ നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണ്. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ? CPM-ൻ്റെ മുഖ്യ എതിരാളി ആരാ ഇവിടെ? കേരളത്തിൽ കോൺഗ്രസ് ആണ്. LDF-ൻ്റെ മുഖ്യ എതിരാളി UDF ആണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിനിയിപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. നമ്മൾ യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നത്. ഈ ലേഖനം ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വമായി തന്നെ പിണറായി വിജയൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിലായിരിക്കുമ്പോഴും ഒരു മൂന്നാം മുന്നണി ഇവിടെ ശക്തിപ്പെട്ടു വരുന്നുണ്ടല്ലോ. ആ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ്. അവരുടെ വോട്ട് ശതമാനം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അവരിപ്പോൾ 26 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടല്ല. അവരിപ്പം മുഖ്യ പ്രതിപക്ഷമാകാൻ പോകുന്നില്ല, അവർ ഭരണപക്ഷത്തും വരാൻ പോകുന്നില്ല. പക്ഷേ അപ്പോഴും ആ ചേരി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ മതേതര രാഷ്ട്രീയം ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് സംബന്ധിച്ചൊരു തർക്കം നടക്കും. സ്വാഭാവികമായും ആ തർക്കമാണ് പിണറായി വിജയൻ്റെ ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്ലെയിം ഞങ്ങളാണ് യഥാർത്ഥ മതേതരവാദികൾ എന്ന് പിണറായി വിജയൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ 26% മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത്, 26%. 18% ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. രണ്ട് വിഭാഗങ്ങളും കൂടി ചേർന്ന് 44% ന്യൂനപക്ഷങ്ങളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ 44% വോട്ടെന്ന് പറയുന്നത് എത്ര പ്രധാനമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കറിയാലോ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലായിടത്തും CPM-ൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ സ്ഥാനാർത്ഥികൾക്ക് അവർ വലിയ രീതിയിൽ വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് 90 സീറ്റും 99 സീറ്റും ഒക്കെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ 2019 2024 ആ വോട്ട് കോൺഗ്രസിലേക്ക് തന്നെയാണ് പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്ന് മുസ്ലിം വിഭാഗം കരുതുന്നു. അതുകൊണ്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. എന്നാൽ 2016 2021 തങ്ങൾക്ക് അനുകൂലമായി മുസ്ലിം വിഭാഗങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന CPM മുസ്ലിം പ്രീണനം വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ടല്ലോ. 2024 തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് എന്തെല്ലാം സമ്മേളനങ്ങൾ CPM നടത്തി അല്ലേ? പാലസ്തീൻ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തില്ലേ? ഏക സിവിൽ കോഡ് ഇഷ്യൂ ടേക്കപ്പ് ചെയ്തില്ലേ? ആ രീതിയിൽ മുസ്ലിം സമുദായത്തിലേക്ക് ഇൻറോഡ് ഉണ്ടാക്കാൻ CPM വലിയ രീതിയിൽ ശ്രമിച്ചെങ്കിലും 2024 ആ ഗുണം അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ ആ പ്രശ്നം രൂക്ഷമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു മുസ്ലിം പ്രീണനവുമായി CPM നിന്നതുവഴി CPM-ന് പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ആ പാർട്ടിക്ക്. കാരണം എന്താ വെച്ചാൽ, ഈഴവ വോട്ടുകൾ BDJS വഴി BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. CPM മുസ്ലിം പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിരന്തരം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേപോലെ ദളിത് വിഭാഗങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചേലക്കരയിൽ BJP-ക്ക് കിട്ടിയ വോട്ടിൻ്റെ വർധന ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10,000 വോട്ടിൻ്റെ വർധനയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഈ ദളിത് വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് ആണെന്ന്. അത് പോയിരിക്കുന്നത് ലെഫ്റ്റിൽ നിന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന CPM വളരെ പെട്ടെന്ന് തന്നെ ആൻറ്റി ലീഗായില്ലേ? മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്നതും ഭൂരിപക്ഷ തീവ്രവാദവും ഒരുപോലെ തന്നെ ഭയാനകമാണ്, ഭീകരത പ്രവർത്തനമാണ് എന്ന് CPM പറഞ്ഞില്ലേ? ലീഗിനെ SDP-യും ജമാഅത്തുമായുള്ള ബാന്ധവത്തിൻ്റെ പേരിൽ വിമർശിച്ചില്ലേ? ആ രീതിയിലൊരു നിലപാട് മാറ്റമുണ്ടായല്ലോ. പക്ഷേ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് വളരെ പ്രസക്തമാണ്. കാരണം നിങ്ങൾ ആലോചിക്കേ, മലബാറിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 60 മണ്ഡലങ്ങൾ എടുത്താൽ എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും 25% മുകളിലാണ് മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 25% എബോവ് ആണ്. അത് മലപ്പുറത്ത് സ്റ്റാഗറിംഗ് ആണ്. 60-62% ഒക്കെയാണ് ഓരോ മണ്ഡലങ്ങളിലും ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 60 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം 22 സീറ്റുകളാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഏതാണ്ട് 38 സീറ്റുകളും ഇടതുപക്ഷത്തിനാണ് ലഭിച്ചത്. ആ വിജയം ആവർത്തിക്കണമെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്തണ്ടേ? അപ്പം എന്താണ് പറയേണ്ടത്? മതതീവ്രവാദത്തെ, മതേതരത്വത്തിന് വിരുദ്ധമായ രാഷ്ട്രീയത്തെ അതിശക്തമായി എതിർക്കുന്നത് ഞങ്ങളാണ് BJP വിരുദ്ധ രാഷ്ട്രീയ ചേരി, കോൺഗ്രസ് അല്ല എന്ന് സ്ഥാപിക്കേണ്ടത് പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ആവശ്യമാണെന്നേ. തെക്കൻ കേരളത്തിലേക്ക് എടുത്ത് നോക്കൂ, തിരുവിതാംകൂറും കൊച്ചിയും എടുത്ത് നോക്കിക്കോളൂ. 80 മണ്ഡലങ്ങളുണ്ട്. ഈ 80 മണ്ഡലങ്ങളിൽ തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വളരെ പ്രധാനമാണ്. അതുപോലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ പ്രധാനമാണ്. ഈ വോട്ടുകൾ നിർണായകമാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വരുന്നൊരു രാഷ്ട്രീയത്തെ ചെറുത്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രസ്ഥാനം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യം പിണറായി വിജയനുണ്ട്. ആ രാഷ്ട്രീയ അജണ്ടയാണ് പിണറായി വിജയൻ ഇന്ന് ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നോക്കൂ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പിണറായി വിജയൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ ആ ഇൻ്റർവ്യൂവിൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ 2015 CPM
എമ്മിന് നേട്ടമുണ്ടായി. ആ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞൊരു കാര്യം വെച്ചാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നാണ്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മതനിരപേക്ഷ മനസ്സ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ്. കാരണം തദ്ദേശ വകുപ്പ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങളോടൊപ്പമില്ലാത്തൊരു വിഭാഗം ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അത് കൃത്യമായി പറയുന്നത് ലീഗിന് വോട്ട് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് CPM-നാണ്. ആ വിഭാഗത്തെ ഉൾച്ചേർക്കുന്നതിനും അവരെ കൂട്ടത്തിൽ നിർത്തുന്നതിനും വേണ്ടി അന്ന് പിണറായി വിജയൻ ഉപയോഗിച്ചൊരു വാക്കാണ് മതനിരപേക്ഷ മനസ്സെന്നുള്ളത്. അതേ അജണ്ടയാണ് 2026 പോകുന്നതിന് മുമ്പ് 25-ൽ പിണറായി വിജയൻ സെറ്റ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് 3 സംസ്ഥാനങ്ങളാണ് BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് 3 സംസ്ഥാനങ്ങളിൽ വീഴ്ചകൾ വരുത്തി എന്നുള്ളത് പിന്നെ പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1 ഹരിയാനയാണ്, 2 ഡൽഹിയാണ്, 3 പിന്നെ മഹാരാഷ്ട്രയാണ്. അതിൽ ഡൽഹി അവിടെ മാറ്റി നിർത്തിയാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ വീഴ്ച വരുത്തിയ പാർട്ടിയാണ് പിന്നെ കോൺഗ്രസ് എന്ന കാര്യത്തിലൊരു സംശയമുണ്ടോ? ഹരിയാനയിൽ എന്താ സംഭവിച്ചത്? ഭയങ്കര ആൻറ്റി ഇൻകംബൻസിയാണ്. ഇങ്ങോട്ടേക്ക് എല്ലാം ഇങ്ങ് വരുമെന്ന് പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്തു. നമ്മളെ കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നല്ലോ, കമൽനാഥിനായിരുന്നു പൂർണ്ണ ചുമതല. എല്ലാം കമൽനാഥ് തീരുമാനിക്കുന്നതനുസരിച്ചായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? വലിയ രീതിയിൽ BJP അവിടെ വിജയിച്ചു വന്നു. അതിൽ നിന്ന് പാഠം പഠിക്കാത്ത കോൺഗ്രസ് ഹരിയാനയിൽ അതേ തെറ്റ് ആവർത്തിച്ചു. ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് പരമാവധി സ്വാതന്ത്ര്യം കൊടുത്തു. അയാളുടെ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രം കൂടുതൽ ടിക്കറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് കുമാരി ഷെൽജയുമായിട്ട് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ കൂട്ടയടിയായി. അവസാനം എന്താ സംഭവിച്ചത്? സർക്കാർ വീണ്ടും BJPയുടെ തന്നെ വന്നു. എത്ര വോട്ട് വ്യത്യാസമാണെന്നറിയാം അവിടെ ഉള്ളത്? 0.60%. കേവലം 0.60% വോട്ട് വ്യത്യാസത്തിലാണ് BJP അവിടെ അധികാരത്തിൽ വന്നു. 11 സീറ്റിന് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഇതായിരുന്നു വോട്ട് വ്യത്യാസം. എന്താ സംഭവിച്ചത്? ആം ആദ്മി പാർട്ടിയെ കൂട്ടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കോൺഗ്രസ്. കാരണം എന്താ? കോൺഗ്രസിന് ഉറപ്പായിരുന്നു ഹരിയാന പിടിക്കാൻ കഴിയുമെന്ന്. ആം ആദ്മി പാർട്ടിയോട് പിടിച്ച വോട്ട് എത്രയാണെന്നറിയാമോ? 1.53%. 1.53% കൂടി വരുന്നിരുന്നുവെങ്കിലുള്ള അവസ്ഥ എന്താ? ഹരിയാന BJPക്ക് കിട്ടില്ല. തിരിച്ച് എന്താ ചെയ്തത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി? ഞങ്ങളിവിടെ നിങ്ങളെയും കൂട്ടുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ഫലത്തിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസിന് പിന്നെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ പറ്റിയെങ്കിലും BJP അവിടെ അധികാരത്തിൽ വന്നു. ഒരു വീഴ്ചയാണ് കോൺഗ്രസിൻ്റെ. പക്ഷേ ഡൽഹി ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷനാണ്. കാരണം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവിടെ കോൺഗ്രസിൻ്റെ സർവൈവലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഇപ്രാവശ്യം കൂടെ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി അവിടെ ഉണ്ടാവില്ല. എന്നാൽ മഹാരാഷ്ട്രയെ നോക്കിക്കേ, ഭീകരടിയായിരുന്നേ. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 31 സീറ്റുകളും നേടിയ മുന്നണി ഏതാ? മഹാവികാസ് അഘാഡിയാണ്. 31 സീറ്റാണ് കിട്ടിയത് അവിടെ. ആ 31 സീറ്റ് കിട്ടി 4 മാസം 5 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താ? 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോട് ഒരു മുന്നണി വന്നിട്ടില്ലെന്നേ അവിടെ. മഹായുതി മുന്നണി അധികാരത്തിൽ വന്നു. എത്ര സീറ്റാ? 288 സീറ്റുകൾ നടത്തുന്ന 231 സീറ്റാണ് പിടിച്ചത്. പ്രതിപക്ഷ നേതാവില്ല അവിടെ. എന്താ സംഭവിച്ചത്? ഈ 3 പാർട്ടികളുണ്ടല്ലോ, ഉദ്ധവ് താക്കറയുടെ ശിവസേന, ശരത് പവാറിൻ്റെ NCP, കോൺഗ്രസ്, ഈ 3 പാർട്ടികളും കൂടി തമ്മിലടിയായിരുന്നു അവസാന നിമിഷം വരെ സീറ്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. എന്താ കാര്യം? ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ NCPക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാൽ NCPക്ക് ക്ലെയിം ചെയ്യാം മുഖ്യമന്ത്രി സ്ഥാനം. സുപ്രിയ സുളയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ശരത് പവാർ ആഗ്രഹിച്ചു. ശിവസേനയ്ക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാൽ ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ നാനാ പട്ടോലെ പിന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് സീറ്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു. എന്താ സംഭവിച്ചത്? സുഖകരമായി വിജയിച്ചു വന്നു BJP. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് ഇവിടെ BJPക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന പിണറായി വിജയൻ്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ന്യൂനപക്ഷമാക്കിയ പാർട്ടി ആരാണ്? കോൺഗ്രസ് ആണെന്നേ. 240 സീറ്റിലേക്ക് BJP പോകാനുള്ള കാര്യം കോൺഗ്രസ് തന്നെയാണ്. 100 സീറ്റ് കോൺഗ്രസ് പിടിച്ചു എന്ന് മാത്രവുമല്ല, ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന 2 യാത്രകളുണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ, അതല്ലേ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കിയത്. അതുപോലെ ആ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്യുന്നതിനകത്ത് രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടല്ലോ വലിയ രീതിയിൽ. ഈ പറയുന്ന ഭരണഘടന ഇവർ തിരുത്തി എഴുതാൻ പോകുന്നു എന്നുള്ള വലിയൊരു പ്രചാരണം, അതേപോലെ തന്നെ ജാതി സെൻസസ് നടത്തണമെന്നുള്ള ആവശ്യം, ഇതൊക്കെ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ച അജണ്ടയാണ്. ആ അർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പ്രതിപക്ഷത്തെ രാജ്യത്തുണ്ടാക്കുന്നതിന് വലിയ റോൾ വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് എവിടെയും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഇവിടെ അവതരിപ്പിക്കുന്നത്, ഇവിടെ കോൺഗ്രസിനെ തന്നെയാണ് പിണറായി വിജയൻ നേരിടേണ്ടത്, CPM-നെ നേരിടേണ്ടത്. അവിടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് BJPയുടെ രാഷ്ട്രീയത്തെ ഏറ്റവും നന്നായി ചെറുക്കുന്നത് ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചേ മതിയാകൂ ഈ ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് അടുത്ത തവണ കിട്ടണമെങ്കിൽ. കാരണം ഇപ്പോൾ തന്നെ പിണറായി വിജയൻ അറിയാം, CPM-ന് അറിയാം, 2024 തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ൻ്റെ ഓരോ നേതാക്കളും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ആ പാർട്ടിയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അത് പരിഹരിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ, ഈ പറയുന്ന ഈഴ വോട്ടുകൾ അത് BDJസിലൂടെ BJP സമാഹരിച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ, അങ്ങോട്ട് പോയ വോട്ടുകൾ തിരിച്ച് ഇടതുപക്ഷത്തേക്ക് തന്നെ വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് BJPക്ക് ഈ പറയുന്ന 20% വോട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയും വോട്ട് അവർക്ക് സമാഹരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം
പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയനായിരിക്കും CPM അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമുദായം നല്ല രീതിയിൽ ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരും. പിന്നെ ഉറപ്പാക്കേണ്ട വോട്ട് ആരുടെയാണ്? അത് ക്രിസ്ത്യാനികളുടേതാണ്, അത് മുസ്ലിങ്ങളുടേതാണ്. അവിടെയും പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നല്ല രീതിയിൽ BJP ഇൻട്രോഡ് ഉണ്ടാക്കുന്നു. തൃശ്ശൂർ ലോക്സഭയിലെ വിജയം അതിന് തെളിവല്ലേ? അപ്പോൾ ആ വിഭാഗങ്ങളെ കൂട്ടത്തിൽ നിർത്തണമെങ്കിൽ മതനിരപേക്ഷതയുടെ യഥാർത്ഥ വക്താക്കൾ തങ്ങളാണെന്നും BJPയെയും RSSനെയും പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷവും CPMുമാണെന്നും സ്ഥാപിച്ചെടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ് പിണറായി വിജയൻ്റെ, CPMൻ്റെ. അതിൻ്റെ ഭാഗമായി 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് യഥാർത്ഥത്തിൽ ഈ ലേഖനത്തിലൂടെ പിണറായി വിജയൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്, മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഈ ലേഖനത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. Meet the editors.